ഇന്നുണ്ടല്ലോ മാൽഗുഡി മൈലാരിമനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഞങ്ങൾ ലഞ്ചിന് പോയിട്ടുള്ള വിശേഷങ്ങളും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് കാർ പാർക്ക് ചെയ്യാൻ പോയി. ആ സമയം നമ്മളിവിടെ പേരും എത്ര പേരുണ്ടെന്നൊക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കുത്തിരിക്കണം. നല്ല തിരക്കായിരുന്നു കേട്ടോ ചെന്നപ്പോൾ. ഇവിടെ പാർക്കിംഗ് ലോട്ടൊന്നും ഇല്ലാത്ത കാരണം ഹസ്ബൻഡ് പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എങ്ങോണ്ടോ ദൂരെ കേട്ടോ പാർക്ക് ചെയ്തത്. പണ്ട് ഏതൊരു ആഡിൽ പറയുന്ന പോലെ എൻ്റെ നമ്പർ വരും എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നമ്പർ വന്നു. ഹസ്ബൻഡ് വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ പോയി എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഉള്ളൊരു ടേബിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ അധികം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ഒന്നുമല്ല, കുറച്ച് ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ഭംഗി എന്താണെന്ന് പറയുക, ആ ലൈറ്റുകളാണ് കേട്ടോ. കൊട്ടയുടെ ഉള്ളിൽ ബൾബ് നോക്കിയിട്ടേക്കണ പോലെ. ഞാനത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ. അപ്പോൾ ഇതാ നമുക്ക് ഇലയിലൊക്കെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇവരിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് മട്ടൻ സൂപ്പാണ് കേട്ടോ, മട്ടൻ കാലിൻ്റെ. അപ്പോൾ അത് വലിയ വലിയ കാലുകളാണ്. അപ്പോൾ അവരോട് പറഞ്ഞു വലുതായിട്ടൊന്നും വേണ്ട, ചെറുതാക്കിയിട്ടുള്ളതെന്ന് മതിയെന്ന്. അങ്ങനെ അത് സെർവ് ചെയ്യുന്ന പാത്രം തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ, ഒരു പിടിയൊക്കെ ഉള്ളൊരു പാത്രം. അപ്പോൾ അത് അച്ഛനും മക്കളും കുടിക്കും. ഞാൻ മട്ടൻ അങ്ങനെ പുറത്തുനിന്ന് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വീട്ടിൽ വയ്ക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ ചിക്കൻ മാത്രമേ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അവരത് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ മംഗള ഫ്രൈ എന്നാണ് പേരെങ്കിലും ഇത് കൊണ്ടുവരുന്ന ബോളിൽ കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വറുത്തിട്ട് അതിലിട്ട് ഒഴിച്ച് ആക്കണമെന്നൊന്നും എനിക്കറിയില്ല, സംഭവം ഇതാണ്. പിന്നെ ഇത് അച്ഛനും മോനും വേണ്ടി വാങ്ങിയിട്ടുള്ള മട്ടൻ സ്റ്റാർട്ടറാണ് കേട്ടോ. ഇതും ഇവിടുത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്, അതായത് മട്ടൻ ചോപ്പ് ഡ്രൈ. അപ്പോൾ ഇവിടെ ഈ മട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് മൈലാരി ദോശ. നമ്മൾ ദോശ എന്ന് പറയുന്നത് ഇവിടെ ദോശ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ദോശ പറയാം. അപ്പോൾ ആ ഒരു ദോശനിത് പലതരം സ്റ്റഫിങ് ആയിട്ട് വരുന്നതുണ്ട്. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിയത്. അതിൻ്റെ കൂടെ ചട്നിയും സാഗു പറഞ്ഞിട്ട് ഒരു വെജിറ്റബിളിൻ്റെ ഒരു കറി പോലത്തെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. എന്തൊരു രസം ആ ദോശയുടെ കൂടെ എന്നറിയോ കഴിക്കാൻ. ദോശ ഞാനും മോളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് ചിലപ്പോൾ അതോടുകൂടി കഴിക്കൽ നിർത്തും, മെയിൻ കോഴ്സ് ഒന്നും എടുക്കാൻ ചിലപ്പോൾ നിൽക്കില്ല. അത് കാരണം കൊണ്ട് അത് കഴിക്കട്ടെ എന്ന് വെച്ചാൽ ദോശ ഓർഡർ ചെയ്തതാണ്. അവൾക്ക് ഈ ദോശ ഇഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഹസ്ബൻഡിനോടൊക്കെ ഇങ്ങനെ കഴിക്കുന്ന പറയുമ്പോൾ അവർ എടുക്കണില്ല, അവർ ഈ മട്ടനും കടിച്ചൊളിച്ചിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത്ര നല്ല ടേസ്റ്റില്ല, അവരും കൂടി അറിയണമല്ലോ എന്ന് വെച്ചിട്ട് അവരുടെയൊക്കെ വായിൽ വേണ്ടെങ്കിലും കുത്തിക്കയറ്റി കൊടുക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നല്ലൊരു കോമ്പിനേഷൻ. ഇതിവിടെ ചിക്കൻ പുലാവ് അതുപോലെ മട്ടൻ പുലാവ് എന്ന് പറയാം. സംഭവം നമ്മുടെ തനി ബിരിയാണി തന്നെ, ഒരു ബോയിൽഡ് എഗ് ഒക്കെ വെച്ചിട്ട്. ഇത് കൂടാണ്ട് ഇവിടെ തട്ടയിഡലി, റാഗി മുദ്ദ, അക്കി റൊട്ടി ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മട്ടൻ്റെയും ചിക്കൻ്റെയും പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. അതും നാട്ടി ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കുടിക്കലാവാന്ന് വിചാരിച്ച് ഹസ്ബൻഡ് എപ്പോഴും ലെമൺ സോഡ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആളത് തന്നെ വാങ്ങി. മോളൊരു മാംഗോ ജ്യൂസും പിന്നെ ഞങ്ങളിതാ കൊമ്പൂച്ചയാണ് കേട്ടോ. ഞാൻ കുറേ ഈ യൂട്യൂബ് ഷോർട്സിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഈ ജിഞ്ചർ അതുപോലെ ലെമണൊക്കെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിനുണ്ടാവണേ ഭയങ്കര ഒരു വീർപ്പൂട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഉറക്കം വരാതിരിക്കാനും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഈ കൊമ്പൂച്ച. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മോൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പോൾ മോന് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ HSRലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ HSRൽ പോയി. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോകണ വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോർമംഗലം 5th ബ്ലോക്കാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ വെയിലൊന്നും അധികം, നല്ല വെയിലുള്ള സമയമാണ്, പക്ഷെ വെയിലടിപ്പൊന്നും അധികം ഇല്ല. നിറച്ച് മരങ്ങളും ഒരു തണലും. ഈ സമയത്തായ കാരണമാണെന്നറിയില്ല, വണ്ടികളുടെ ചീറിപ്പായലോ തിക്കും തിരക്കും ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഏരിയ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ വണ്ടി പാർക്ക് ചെയ്ത് കുറേ ദൂരെയാണ്. അവൾക്ക് നടക്കുമ്പോഴാണ് ഫസ്റ്റ് ക്രൈ കണ്ടത്. മോള് ജനിക്കണേൽ മുന്നേ ഞങ്ങൾ അവൾക്ക് വേണ്ട ഡ്രസ്സും വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഈ ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള സാധനങ്ങളുള്ളൂ. എന്നാലും ഞങ്ങൾ കയറി ചെന്ന് ചോദിച്ചു. ഇപ്പോൾ കുഞ്ഞു കുട്ടിയല്ല, വലുതായി 7 വയസ്സായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത്രയുള്ള കുട്ടികൾക്കുള്ളതില്ല എന്ന്. പിന്നെ നേരെ മീനാക്ഷി മോളിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ഇനി മോൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേറെ ഷോപ്പിൽ പോകണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അവൾക്ക് ഡ്രസ്സുകൾ എടുത്തു. പിന്നെ അവിടെ ഗെയിം സോണിൽ കയറി. എല്ലാ പ്രാവശ്യം ഏതെങ്കിലും മോളിൽ പോയാൽ അപ്പോൾ അവർക്ക് ഗെയിം സോണിൽ പോകണം. അങ്ങനെ അവരെ കൊണ്ട് അവിടെ കയറി കുറച്ച് നേരം കളിപ്പിച്ച്, ഇല്ലെങ്കിൽ ഇവർ നമ്മുടെ തല തിന്നും. കാരണം ഈ ഒരു കാര്യം പറഞ്ഞാണ് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെയാണ് വരണേ. അപ്പോൾ എക്സാം ഇൻറ്റേർണലും അതും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഗെയിം സോണിൽ കയറിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ
ഞങ്ങളുടെ സ്വൈര്യം കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ എന്തോരം സമയമെന്നറിയോ, സമയം പോണത് അറിയില്ല. ഇങ്ങനെ ഓരോരോ ഗെയിമുകളിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അവിടെ അപ്പം തുടങ്ങി വിശപ്പ്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ഇവർക്ക് എന്തെങ്കിലും ചെറുതായി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 ചായയൊക്കെ പറഞ്ഞ്, പിന്നെ മോൻ അപ്പോഴേക്കും അവന് വേണ്ടതൊക്കെ അച്ഛൻ്റെ കൂടെ പോയി അവൻ സാധിപ്പിച്ച് വരും. അവന് പാവ് ഭാജി വേണം, പിന്നെ മോമോസും. അങ്ങനെ മോമോസൊക്കെ ഇവിടെ 5 എണ്ണം ഉള്ളൂ. എന്താ ഒരു വില എന്നറിയോ. ഇത് പുറത്തുനിന്ന് പോയി വാങ്ങിക്കാൻ വെച്ചാൽ ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ വീട്ടിലെത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. ഇനി അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടത്തി ഉറക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് പുറത്ത് പോയതും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.